ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു റോസ് പെറ്റൽസ്. നമ്മൾ ഇന്ന് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലുള്ള മറൈൻ വേൾഡിൻ്റെ ഒരു ചെറിയൊരു എക്സിബിഷന് കാണാനായിട്ട് ഇറങ്ങിയിരിക്കും. വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ടിന് നിൽക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിലെത്തി. അപ്പോൾ ഇവിടെ 150 റുപ്പീസാണ് ടിക്കറ്റിന്. ടിക്കറ്റ് എടുക്കാണ്ട് കയറ്റില്ല, അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. സ്റ്റാർട്ടിങ്ങിലായിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ മത്സ്യകന്യകയൊക്കെ ഉണ്ട്, മെർമെയ്ഡ്സ് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നില്ല, മെർമെയ്ഡ്സ് ഒന്നും കാണുന്നില്ല. മത്സ്യകന്യകയ്ക്ക് പകരം മത്സ്യകന്യകനെയൊക്കെ എന്താ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഈ മത്സ്യകന്യകനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. വെള്ളത്തിനുള്ളിൽ ഇങ്ങനെ ആൾക്കാരെ കാണുന്നതൊക്കെ അവർ ആദ്യമായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരുടെ കൂടെ കളിക്കണമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒത്തിരി വിഷമവും തോന്നുന്നുണ്ട്. കാരണം അവരും ഒരു വയറ് ചോറിന് വേണ്ടിയിട്ടാണല്ലോ കുറേ മണിക്കൂർ ഈ വെള്ളത്തിനടിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നത്. അവരുടെ കൈയും കാലും ഒക്കെ കുതിർന്നിട്ട് വരെ ഉണ്ട്. ഒരാളുടെ കണ്ണിൽ വെള്ളം കയറിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ചാവക്കാടുള്ള മറൈൻ വേൾഡിൻ്റെ അത്രത്തോളം മീനുകൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ 150 റുപ്പീസിന് വേർത്ത് തന്നെയാണ്. ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസും കളർഫുള്ളായിട്ടുള്ള മീനുകൾ ഇവിടെ നമുക്ക് കാണാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അടുത്ത് പരിസരത്തുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇവിടെ ഒരു മത്സ്യകന്യക റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവർ വെള്ളത്തിൽ കളിക്കുകയും അതേപോലെ കുറച്ച് റെസ്റ്റിന് വേണ്ടിയിട്ട് മുകളിലിരിക്കുകയും നമുക്ക് പോസൊക്കെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പലരും കരുതി മെർമെയ്ഡൊക്കെ വെറുതെ പറയുകയാണ്, പറ്റിക്കുകയാണെന്നൊക്കെ കുറച്ച് പേരൊക്കെ നമ്മൾ അടക്കം വിശ്വസിച്ചിരുന്നു. കണ്ടപ്പോഴാണ് വിശ്വാസമായത് മെർമെയ്ഡൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും. പിന്നെ എക്സിബിഷൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട്, വെറൈറ്റി ഓഫ് ഫുഡ്സ് അവിടെ ഇട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ സ്റ്റോളുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും കഴിച്ചു. അങ്ങനെ നമ്മുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മക്കൾ കുറച്ച് അത്യാവശ്യം ഒരുപാടൊന്നും അല്ലെങ്കിൽ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ റൈഡുകളിലൊക്കെ കയറി അതിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അടുത്ത വീഡിയോയിൽ കാണാം.